ഓട് പൊട്ടി ചോർന്ന് കിടക്കുമ്പോൾ ഇവന്റെ ഉമ്മ വേറെ ജോലിക്കൊക്കെ പോന്ന വീട്ടു ജോലിക്കൊക്കെ പോന്ന എന്നോട് ഇനിയിപ്പോ അയൽവാസികളും എന്തെങ്കിലും ഉമ്മാക്ക് ഇപ്പൊ പൈസ കൊടുക്കല്ലേ, അത് കാരണം കൊടുത്തിട്ട് ഇപ്പൊ കൊറേ മാസമായി. കാരണം 2 മാസം മുമ്പേ ആയിട്ട് കൊറേ ആയി കൊടുത്തിട്ട് കൊറേയായി. അപ്പോ ഈ ആൾക്കാർ അയൽവാസികളോടെല്ലാം എൻ്റെ ഉമ്മ കടം ചോദിക്കുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ട് 200 രൂപ ഇതാക്കി തരും. കാരണം ഉമ്മ തന്നെ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവര് അയൽവാസി അവര് പറയും, എന്താ നിന്റെ മോന് അടയിലുള്ള എൻ്റെ മോൻ്റെ പൈസയുണ്ട്. അതായത് ആൾക്കാർ നമ്മളെ കാണുന്നത് വെച്ചാൽ നമ്മള് നിയാദ് വലിയൊരു കോടീശ്വരനാണ്. അപ്പൊ ഇവരെ എയിമിലും കുറച്ച് പൈസയും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പുള്ള ആൾക്കാരാണെന്ന ആൾക്കാരെ മൈൻഡിലുള്ളത്. പക്ഷെ നമുക്കെല്ലാം അറിയാം നമ്മളെ ഇവര് പൈസ ഉണ്ടോ. കാരണം നമ്മളെ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാല് നാട ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവന്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മുത്തിക്ക് അടി പോകും. കാരണം ആടെ അനുഭവിക്കുകയും ചെയ്യുന്നതാ. കാരണം നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാല് അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓന്റെ ഷഡ്ഡി അലക്കലും ഓന്റെ ഷൂ തുടക്കല് ഓന്റെ കാറുകളെല്ലാം ഒരു കുഴപ്പമില്ല, അതൊന്നും. കാരണം നമ്മളും കൂടി സഞ്ചരിക്കുന്ന വണ്ടിയാണ്, ഉപകാരമുള്ള വണ്ടിയാണ്. പക്ഷെ ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം, ഓന്റെ ഇത് പറയുന്നത് കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാ പിന്നെ നമുക്കുള്ള എന്തെങ്കിലും ഓൻ സമ്പാദിച്ചതിൽ നിന്ന് നമ്മള് കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്, മറ്റവൻ അങ്ങനെ ആക്കുന്നുണ്ട്, ജോളോ ചിപ്പ് ആടെ ഈടെ ഇതാക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മള് ഇതാക്കുന്നതിന്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5000 രൂപയെങ്കിലും തരാ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അയ്യോ ഇതുവരെ 2-2.5 കൊല്ലമായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. പക്ഷെ അവൻ പൈസ അയക്കും. എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. അത് എന്തിനു വേണ്ടിയിട്ട്? ഓന്റെ കാര്യങ്ങള്, അതായത് ഇവിടെ അടക്കാന്, എണ്ണ അടിക്കാന്, ഓനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാന്, ഓനിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാന്, ഓനിക്ക് വേണ്ട ഫുഡ് വാങ്ങാന്. എനിക്ക് 10,000 രൂപ അയച്ചാൽ 3 ദിവസം കൊണ്ട് തരും ഓന്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ നിന്ന് ഒരു 10 രൂപ 20 രൂപ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 രൂപേന്റെ മേലെ പോകരുതെന്നാണ് റാംബോന്റെ എല്ലാം അടുത്ത നിയമം. അപ്പോ അങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ആളെ ചോദിക്കുന്നത്. 2-2.5 വർഷത്തോളായിട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും സഹിച്ചു നമ്മൾ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ സിസ്റ്റർ ഒരു കാര്യം വന്നപ്പോ ഇതാക്കി മമ്മൂന്റെ ഈ പറഞ്ഞ പോലെ വീട് ഞാൻ എത്ര പറഞ്ഞ നിയാദിനോട് ഞാൻ പറഞ്ഞു, നിയാദ ഞാൻ എന്റെ വീടൊക്കെ കാണിക്കട്ടെ, കാരണം ആൾക്കാർക്കെല്ലാം കാണാൻ ഒരു ഇതുണ്ടാവും. കാരണം മമ്മൂന്റെ വീട് അതൊന്നും കാണിക്കണ്ട, കാരണം എന്റെ വില പോകുന്ന കേസാ. ഓന്റെ വില പോകുന്ന കേസാ പോലും എന്റെ വീടും എന്റെ. കാരണം ഞാൻ ഉമ്മ സത്തിട്ട് പറയാം, ഞാൻ ഇപ്പോഴും നാട്ടിൽ പോയാല് ഞാൻ നിലത്ത് പായ വിരിച്ച് കിടക്കല്. അതായത് ആ ചോരുന്ന ആടെ നിലത്ത് പായ വിരിച്ച് കിടക്കല്. നിങ്ങൾക്ക് അത്രയും സംശയം, നിങ്ങൾക്ക് അത്രയും ഇതുണ്ടെങ്കിൽ ഞാൻ ഉമ്മ സത്തിട്ട് ഞാൻ പറയാം, ഞാൻ നാളെ തന്നെ ഞാൻ വണ്ടി കയറിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയിട്ട് വീഡിയോ കാര്യം എല്ലാം ഉമ്മ എന്തായാലും വീഡിയോയിൽ വരില്ല. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളും മൊത്തം എൻ്റെ ഉമ്മക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഞാൻ ഇവിടെയാണ് മറ്റേതാണ്. പക്ഷെ ഉമ്മക്ക് ഒറ്റ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഓരോരോ അതിർമറന്ന കളിക്കുമ്പോ ഉമ്മാക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ, ബാക്കിയൊന്നുമില്ല. എൻ്റെ ഉമ്മ പറയുന്നതാണ്. പക്ഷെ ഉമ്മാനോട് ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം അങ്ങ് പറഞ്ഞു. ആ വിഷമം, കാരണം ഉമ്മാക്ക് നല്ല വിഷമമായി. കാരണം ഇത്രയും കൊല്ലമായിട്ട് ഉമ്മാക്ക് തന്നെ അറിയാം, കാരണം ഉമ്മാക്ക് പൈസ കിട്ടുന്നില്ല. കാരണം ഇതുവരെ ഞാൻ കാരണം പറഞ്ഞില്ല. പക്ഷെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ, എന്താ പൈസ ഇല്ലാത്ത എനിക്കിങ്ങനെ പറയാൻ പറ്റൂലല്ലോ, നീ അത് ഇങ്ങനെ ആക്കി നമുക്ക് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഞാൻ ഗതികെട്ട്